ചോറിന്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പരിപ്പ് കറിയുടെ റെസിപ്പി ആട്ടോ. നല്ല എളുപ്പമാണ് ഉണ്ടാക്കാൻ, ഭയങ്കര ടേസ്റ്റാണ്. അപ്പൊ പരിപ്പ് കറി എളുപ്പത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇൻസ്റ്റന്റ് പോട്ടിന്റെ ഇലക്ട്രിക് പ്രഷർ കുക്കറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പൊ അതിലേക്ക് ഒരു 1.5 കപ്പ് പരിപ്പ് നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു സവാള, ഒരു തക്കാളി, 2 പച്ചമുളക്, ഒരു 5-6 വെളുത്തുള്ളി കൂടി ഇട്ടിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് പ്രഷർ കുക്ക് ചെയ്തെടുക്കണം. ഞാൻ ഈ ഒരു ഇൻസ്റ്റന്റ് പോട്ട് ആമസോൺ വഴിയാണ് കേട്ടോ വാങ്ങിച്ചത്. നിങ്ങൾക്കും ഇത് ആമസോൺ വഴി ഈസി ആയിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് പെട്ടെന്ന് തന്നെ നമ്മുടെ പരിപ്പ് വെന്തിട്ടുണ്ട്. ഇത് നമുക്ക് ചൂടോട് കൂടി തന്നെ ഈ ഇൻസ്റ്റന്റ് പോട്ടിൽ തന്നെ വെക്കാം കേട്ടോ. പിന്നെ നമുക്ക് സെർവ് ചെയ്യുന്ന സമയത്ത് എടുത്താൽ മതി. ഇനി പരിപ്പ് കറി ഒന്ന് താളിച്ചൊഴിക്കാനായിട്ട് ഇതാ ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ, പിന്നെ കുറച്ച് നെയ്യ് ചേർത്തിട്ടുണ്ട്, കടുക്, ജീരകം, വറ്റൽമുളക്, പിന്നെ ഒരു ടേബിൾ സ്പൂൺ വലിയ ഉള്ളി ഉണ്ടല്ലോ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി മൂത്ത് വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഒരു 2 ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടി കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇത് ചൂടോട് കൂടി തന്നെ പരിപ്പ് കറിയിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതാ കുറച്ച് മല്ലിയില കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട്. ഇൻസ്റ്റന്റ് പോട്ടിന്റെ ഇലക്ട്രിക് പ്രഷർ കുക്കർ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ആമസോൺ വഴി പർച്ചേസ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടമായി ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ.